ഹായ്, ഉണ്ണി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയേറെ രുചിയുള്ളതും നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു മുട്ട റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കോഴിമുട്ടയാണ് ഒരു കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പ് വിട്ട് 2 വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ മുട്ട വെന്ത് കിട്ടും. ഉപ്പ് ഇടുന്നത് മുട്ടയുടെ തൊലി നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് കറിയുടെ ഗ്രേവിക്കായിട്ട് ഒരു 3 സവാള, ഒരു 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഇത്രയും നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള, നമ്മൾ അരിഞ്ഞതിൽ നിന്ന് ഒരു പിടി സവാള ഒന്ന് വറുത്ത് കോരി മാറ്റാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അത് നമ്മൾ കോരി മാറ്റി വെച്ചിട്ട് നമുക്കിത് അവസാനമേ ഇതിൻ്റെ ഉപയോഗമുള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എണ്ണയിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ശരിക്കൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂത്തതിന് ശേഷം സവാള ബാക്കി ഉണ്ടായിരുന്ന സവാളയെല്ലാം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. അത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നമ്മുടെ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി മൊരിഞ്ഞ് വരട്ടെ. നമ്മളിതിൽ വെള്ളവും ചേർക്കുന്നില്ല, അടച്ചു വെച്ച് വേവിക്കുന്നുമില്ല. എണ്ണയിൽ തന്നെയാണ് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വരട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുരുമുളകും പെരുംജീരകവും കൂടെ ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല പച്ച മണം മാറുന്നത് വരെ മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി ഒന്ന് അരച്ചാണ് ചേർക്കുന്നത്. അതൊഴിച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ആ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി. അപ്പോൾ ഇതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഇതിനൊപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് ഗ്രവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ കറിയായി വരുന്നു. ഇനി ഇതിലേക്ക് നമ്മളുടെ മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട 4 എണ്ണവും നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ ഗ്രവി എല്ലാം ഒന്ന് ആ മുട്ടയുടെ പുറത്തോട്ട് കോരി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള മല്ലിയിലയും നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് കുറച്ച് നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിയുടെ പൂർണ്ണത എത്തുന്നത്. ആവശ്യമെങ്കിൽ നമ്മൾക്ക് അവസാനം കുറച്ച് ക്രഷ് ചില്ലിയും കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിയും ഒരു രുചിയും കൂടും. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളാരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യണേ. നന്ദി, നമസ്കാരം.